എന്നെ കാണുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, മനുഷ്യൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു പുതിയ തുടക്കത്തെ കൊണ്ടുവരുന്ന ഒരു ദൈവം എനിക്കായി ജീവിക്കുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകളും തന്നെ. അതിന് പകൽ ചില കുടുംബങ്ങളോട് പ്രവചിക്കുകയാണ്, ഈ 2026 ഈ ഫെബ്രുവരി മാസം തീരുന്നതിന് മുൻപ് നിങ്ങൾ പറയാൻ പോകുന്നു, ദൈവം എന്റെ സഹായമായി മാറുകയെന്ന്. മതം പറഞ്ഞു നീ അവസാനിച്ചെന്ന്, മനുഷ്യൻ പറഞ്ഞു നീ കഴിഞ്ഞെന്ന്, കൂട്ടുകാർ പറഞ്ഞു നീ തീർന്നെന്ന്, നിന്റെ കിടപ്പ് കണ്ട് നിന്റെ അവസ്ഥ കണ്ട് വഴിപോയവർ പലരും കരുതി ഇനി നീ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ലെന്ന്. പക്ഷെ നീ തീർന്നെന്ന് പറഞ്ഞ, നീ കഴിഞ്ഞെന്ന് പറഞ്ഞ ആ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഒരു സ്റ്റാർട്ടിംഗ് കൊണ്ടുവരുന്ന, ഒരാരംഭത്തെ കൊണ്ടുവരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. I decree and I declare today morning new beginning. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. ദൈവത്താൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ ബിസിനസിനോടുള്ള ബന്ധത്തിൽ, നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുകയാണ്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ എന്റെ യഹോവയിൽ നിന്ന് വരുന്നു. എരിയുന്ന തീച്ചൂളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങിയവൻ, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി സിംഹത്തിന്റെ വായ അടച്ചവൻ. മനുഷ്യൻ നിന്നെ കൈവിടുന്ന മൊമെന്റിലാണ് ശമരിയൻ നിന്റെ അരികിൽ വരുന്നത്. നമ്മെ സഹായിക്കേണ്ട, നമ്മളെ കരുതേണ്ട പലരും നാം അവസാനിച്ചു എന്ന് മുദ്രകുത്തി, നാം തീർന്നു എന്ന് മുദ്രകുത്തി വഴിമാറി കടന്നുപോയപ്പോൾ അരികിൽ വന്ന് മനസ്സലിഞ്ഞ് എന്നെ കൈപിടിച്ചുയർത്തിയ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നീ തീർന്നെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങുന്ന, നീ അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽ നിനക്കുണ്ട്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു.